നമസ്കാരം, എല്ലാവർക്കും രസതന്ത്രയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ക്വാണ്ടം നമ്പേഴ്സ്. ക്വാണ്ടം നമ്പേഴ്സ് മേ ബി ഡിഫൈൻഡ് ആസ് എ സെറ്റ് ഓഫ് 4 numbers with the help of which we can get complete information about the electron in an atom. Quantum numbers are the address of an electron. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഒരു 4 നമ്പേഴ്സിൻ്റെ സെറ്റാണ്. ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഒരു ആറ്റത്തിലെ ഇലക്ട്രോണിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ലഭിക്കും. അതായത് ഈ ആറ്റത്തിൽ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എവിടെയാണ്, അതിൻ്റെ എനർജി എങ്ങനെയാണ് മുതലായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്വാണ്ടം നമ്പേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇലക്ട്രോണിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ട് തന്നെ ക്വാണ്ടം നമ്പേഴ്സിനെ നമ്മൾ പറയുന്നത് അഡ്രസ് ഓഫ് ആൻ ഇലക്ട്രോൺ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട് pH ഓഫ് ദ സൊല്യൂഷൻ. അതായത് pH ഇപ്പോൾ 7 ആണെങ്കിൽ നമുക്കറിയാം ആ സൊല്യൂഷൻ്റെ എന്താണ്, ന്യൂട്രൽ സൊല്യൂഷനാണ്. pHൻ്റെ വാല്യൂ 7ൽ താഴെയാണെങ്കിൽ നമുക്കറിയാം എന്താണ്, ആ സൊല്യൂഷൻ അസിഡിക് സൊല്യൂഷനാണ്. അതുപോലെ തന്നെ pHൻ്റെ വാല്യൂ 7ൽ കൂടുതലാണെങ്കിൽ അതെന്താണ് അർത്ഥമാക്കുന്നത്, അത് ആൽക്കലൈൻ സൊല്യൂഷനാണ്. അപ്പോൾ അവിടെയും നമ്മൾ എന്താണ്, ചില നമ്പേഴ്സാണ് യൂസ് ചെയ്യണത്. അതായത് സൊല്യൂഷൻ അസിഡിക് ആണോ, ബേസിക് ആണോ, അതോ ന്യൂട്രൽ ആണെന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മൾ അവിടെ എന്താ ഉപയോഗിക്കുന്നത്, ചില നമ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ക്വാണ്ടം നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്, ചില നമ്പേഴ്സാണ്. ആ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ലഭിക്കും, ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എവിടെയാണ്, അതിൻ്റെ വെലോസിറ്റി എന്താണ്, അതിൻ്റെ എനർജി എന്താണ് മുതലായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സെറ്റ് ഓഫ് 4 നമ്പേഴ്സിനെയാണ് നമ്മൾ ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറയുന്നത്. There are 4 quantum numbers. First one is principal quantum number. It is denoted by n. Second one is azimuthal quantum number. It is denoted by L. Third one is magnetic quantum number. It is denoted by M. And fourth one is spin quantum number. It is denoted by small letter s. First one, principal quantum number. It is denoted by small letter n. It gives the size of the orbit. It gives energy of electron in an orbit. Principal quantum number gives the shell in which the electron is found. It also gives the average distance between electron and nucleus. അതായത് നമുക്ക് ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും ഓർബിറ്റിൻ്റെ സൈസ് മനസ്സിലാക്കാൻ പറ്റും. അതുകൂടാതെ ആ ഓർബിറ്റിലുള്ള ഇലക്ട്രോണിൻ്റെ എനർജിയെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കുന്നത് മുതലായ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. കൂടാതെ ഇലക്ട്രോൺ ന്യൂക്ലിയസിൽ നിന്നുള്ള എത്ര ഡിസ്റ്റൻസിലാണ് എന്നുള്ള ഇൻഫർമേഷൻ തരുന്നത് ഏതാണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. അപ്പോൾ ഈ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ വാല്യൂസ് ആണ്. അതായത് 1, 2, 3, 4 മുതലായ നമ്പേഴ്സാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന് ഉള്ളത്. അപ്പോൾ നമ്മൾ പറയാണ് ഒരു ഇലക്ട്രോണിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഇലക്ട്രോൺ ഇരിക്കുന്ന ഷെല്ല് കെ ഷെല്ലാണ്. ആ ഇലക്ട്രോൺ ഇരിക്കുന്നത് ഏത് ഷെല്ലാണ്, കെ ഷെല്ലാണ്. അതുപോലെ ഇപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 എന്നാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്താണ്, ആ ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കുന്ന ഷെല്ല് എൽ ഷെല്ലാണ്. അതുപോലെ എന്നിൻ്റെ വാല്യൂ 3 ആണെങ്കിലോ, അതായത് ഇലക്ട്രോൺ ഏത് ഷെല്ലിലായിരിക്കും, എം ഷെല്ലിലായിരിക്കും. അപ്പം ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ആൻ എനർജി ഷെൽ ഈസ് ഗിവൺ ബൈ 2n². അതായത് ഈ നമ്മൾ ഇപ്പോൾ പറഞ്ഞു ഓരോ ഷെല്ലിൻ്റെ കാര്യം, അതായത് കെ ഷെൽ, എൽ ഷെൽ, എം ഷെൽ മുതലായ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഷെല്ലിൽ മാക്സിമം ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോൺസിനെ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 2n². ഇവിടെ n എന്ന് വെച്ചാൽ എന്താണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ n = 1 ആണെങ്കിൽ നമുക്കതറിയാം ഏതാണ്, ആ ഇലക്ട്രോൺ കെ ഷെല്ലിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോൺസിൻ്റെ എണ്ണം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, 2n². Therefore 2 × 1² that is equal to 2. ഇപ്പോൾ നമ്മൾ പറയുന്നത് എന്നിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ നമുക്ക് മനസ്സിലായി ആ ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കുന്നത് ഏത് ഷെല്ലിലാണ്, എൽ ഷെല്ലിലാണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കും, 2 × 2² that is equal to 8.
ഇപ്പോൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഒരു ഓർബിറ്റിൻ്റെ സൈസ് എത്രയാണ്, ആ ഇലക്ട്രോണിൻ്റെ എനർജി എന്താണ്, ഏത് ഷെല്ലിലാണ് ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കുന്നത്, കൂടാതെ ആവറേജ് ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ആൻഡ് ഇലക്ട്രോൺ മുതലായ ഇൻഫോർമേഷൻസ് ഒക്കെ തരുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറാണ്. കൂടാതെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ നമുക്ക് ലഭിച്ചു തരണമെങ്കിൽ അതിൽ എത്ര ഇലക്ട്രോൺസ് മാക്സിമം ഉൾക്കൊള്ളാൻ പറ്റും എന്നതും നമുക്ക് അതിൽ നിന്നും ലഭിക്കും. സെക്കൻഡ് ക്വാണ്ടം നമ്പർ ഈസ് അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ L. It is also known as subsidiary or orbital angular momentum quantum number. It gives the shape of the orbital. It gives the subshell or sublevel in which electron is present. Fourth point, it gives the orbital angular momentum of the electron. അതായത് അസിമുത്തൽ ക്വാണ്ടം നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്താണ്? സ്മോൾ ലെറ്റർ L ആണ്. ഈ അസിമുത്തൽ ക്വാണ്ടം നമ്പറിനെ തന്നെയാണ് നമ്മൾ സബ്സിഡിയറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഇലക്ട്രോണിൻ്റെ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഓർബിറ്റൽ ആ ഇലക്ട്രോൺ പ്രസൻ്റ് ആയിരിക്കുന്ന ആ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് നമ്മൾ S ഓർബിറ്റൽ, P ഓർബിറ്റൽ, D ഓർബിറ്റൽ അങ്ങനെ ഓർബിറ്റൽസിനെയൊക്കെ പറ്റി പഠിച്ചിട്ടുണ്ട്. അവരുടെ ഷേപ്പും പഠിച്ചിട്ടുണ്ട്. അതായത് S ഓർബിറ്റലിന് സ്പെറിക്കൽ ഷേപ്പാണ്, P ഓർബിറ്റലിന് ഡംബൽ ഷേപ്പാണ്, D ഓർബിറ്റലിന് ഡബിൾ ഷേപ്പാണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓർബിറ്റലിൻ്റെ ഷേപ്പ് എന്താണെന്ന് നമുക്ക് ഇൻഫോർമേഷൻ തരുന്ന ക്വാണ്ടം നമ്പർ ആണെന്ത്? അസിമുത്തൽ ക്വാണ്ടം നമ്പർ. കൂടാതെ ഈ ഷെല്ലിൽ, അതായത് മെയിൻ ഷെൽ നമ്മൾ പറഞ്ഞു, K ഷെൽ, L ഷെൽ, M ഷെൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഓരോ ഷെല്ലിലും ഇലക്ട്രോൺ ഏത് സബ് ഷെല്ലിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്ന ഐഡിയ തരുന്നത് അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. സബ് ഷെൽ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് S, P, D, F ഇതാണ് സബ് ഷെൽസ്. അപ്പം മെയിൻ എനർജി ലെവലിൽ ഈ ഇലക്ട്രോൺസ് ഏതൊക്കെ സബ് ഷെല്ലിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ സബ് ലെവലിലാണ് പ്രസൻ്റ് ആയിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് തരുന്നത് ഏതാണ്? അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. ഇറ്റ് ഗീവ്സ് ദി ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ഇലക്ട്രോൺ. അതായത് ന്യൂക്ലിയസ് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്താണെന്ന് ഉള്ള ഇൻഫോർമേഷൻ തരുന്നതും അസിമുത്തൽ ക്വാണ്ടം നമ്പറാണ്. ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് n, L വാല്യൂ റേഞ്ചസ് ഫ്രം 0 to n-1. അതായത് ഒരു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ n ആണെങ്കിൽ Lൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 മുതൽ n-1 വരെയാണ് റേഞ്ച് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 1 ആണ് എങ്കിൽ അവിടെ Lൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 to n-1 അല്ലേ? അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? Lൻ്റെ വാല്യൂ അവിടെ 0 ആണ്. അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 1 ആണെങ്കിൽ അത് K ഷെല്ലായിരിക്കും. കൂടാതെ Lൻ്റെ വാല്യൂ 0 അർത്ഥമാക്കുന്നത് എന്താണ്? K ഷെൽ കണ്ടെയ്ൻസ് 1 സബ് ഷെൽ, ദാറ്റ് ഈസ് S സബ് ഷെൽ. അതായത് Lന് ഒരു വാല്യൂ ഉള്ളൂ. അത് അർത്ഥമാക്കുന്നത് എന്താണ്? K ഷെല്ലിൽ ആകെ ഒരു സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. Lൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ അത് ഏത് സബ് ഷെല്ലാണ്? S സബ് ഷെല്ലാണ്. കൂടാതെ Nൻ്റെ വാല്യൂ 2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ Lന് ഏതൊക്കെ വാല്യൂ വരും? 0 to n-1 ആണല്ലേ. അപ്പോൾ Lന് ഏതൊക്കെ വാല്യൂസ് വരും? 0യും വരും 1ഉം വരും അല്ലേ. അപ്പോൾ n 2 ആയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി അതെന്ത് ഷെല്ലാണ്? L ഷെല്ലാണെന്ന് മനസ്സിലായല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? L ഷെൽ കണ്ടെയ്ൻസ് 2 സബ് ഷെൽസ്. അതായത് Lന് 2 വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതർത്ഥമാക്കുന്നത് എന്താണ്? L ഷെല്ലിൽ 2 സബ് ഷെൽസ് ഉണ്ട്. ആ സബ് ഷെൽസ് ഏതൊക്കെയാണ്? 0 ആയത് കാരണം ഒന്ന് S സബ് ഷെല്ലാണ്, 1 വന്നത് ഏതിനാണ്? P സബ് ഷെല്ലിലാണ്. അപ്പോൾ n2 ആണെങ്കിൽ Lൻ്റെ വാല്യൂ 0യും 1ഉം ആണ്. അതർത്ഥമാക്കുന്നത് എന്താണ്? ദ ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ L ഷെൽ വിച്ച് കണ്ടെയ്ൻ 2 സബ് ഷെൽസ്, ദാറ്റ് ഈസ് S ആൻഡ് P സബ് ഷെൽ. ഇപ്പോൾ Nൻ്റെ വാല്യൂ 3 ആണെങ്കിൽ Lന് ഏതൊക്കെ വാല്യൂസ് വരാം? 0 വരാം, 1 വരാം, 2 വരാം. അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 3 ആണെങ്കിൽ അത് ഏത് ഷെല്ലായിരിക്കും? M ഷെല്ലായിരിക്കും. അപ്പോൾ ഈ Lൻ്റെ വാല്യൂ 3 വാല്യൂസ് ഉള്ളത് കാരണം എന്താണ്? M ഷെല്ലിന് 3 സബ് ഷെൽസ് ഉണ്ട്. അപ്പോൾ Lൻ്റെ വാല്യൂ 0 ആയത് കാരണം ഒരെണ്ണം S സബ് ഷെല്ലായിരിക്കും, 1 വന്നേക്കണത് കാരണം ഒരെണ്ണം P സബ് ഷെല്ലായിരിക്കും, ആൻഡ് 2 വന്നേക്കണ കാരണം അതെന്ത് സബ് ഷെല്ലായിരിക്കും?
ഡി സബ്ഷെൽസ് ആയിരിക്കും. തേർഡ് കോണ്ടൻ നമ്പർ ഈസ് മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ എം. ഇറ്റ് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ എ സബ് ലെവൽ. അതായത് പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പർ നമുക്ക് എന്തിനെ പറ്റിയുള്ള ഐഡിയ തരുന്നു? മെയിൻ ഷെല്ലിനെ പറ്റിയുള്ള ഐഡിയ തരുന്നു. അതായത് ഇലക്ട്രോൺ ഏത് ഷെല്ലിലാണ് പ്രസൻറ്റ്, കെ ഷെല്ലിലാണോ എൽ ഷെല്ലിലാണോ അതോ എം ഷെല്ലിലാണോ എന്ന ഐഡിയ തരുന്നത് ഏതാണ്? പ്രിൻസിപ്പൽ കോണ്ടൻ നമ്പർ ആണ്. അതുപോലെ അസിമുത്തൽ കോണ്ടൻ നമ്പർ എന്താ തരുന്നത്? അതായത് ഈ മെയിൻ സബ് ഷെല്ലിൽ എത്ര സബ് ഷെൽസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര സബ് ലെവൽ ഉണ്ട് എന്ന ഐഡിയ തരുന്നതാണ് അസിമുത്തൽ കോണ്ടൻ നമ്പർ. എന്നാൽ മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ നമുക്ക് എന്ത് ഐഡിയ തരുന്നത്? ഈ സബ് ഷെല്ലിൽ എത്ര ഓർബിറ്റൽസ് ഉണ്ട് എന്ന ഐഡിയ തരുന്ന കോണ്ടൻ നമ്പർ ആണെന്ത്? മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ. കൂടാതെ നമ്മൾ പറഞ്ഞു ന്യൂക്ലിയസ് ചുറ്റും എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ? ആ ഇലക്ട്രോൺസിൻ്റെ ഓറിയൻറ്റേഷനെ പറ്റിയുള്ള ഐഡിയ തരുന്നത് ആരാണ്? മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ ആണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എൽ വാല്യൂ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ നമുക്കൊരു ഗിവൺ എൽ വാല്യൂവിന് എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -L2 +L വരെയാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലിൻ്റെ വാല്യൂ ഇപ്പോൾ 0 ആണ്. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിന് ഏതൊക്കെ വാല്യൂസ് വരാം? -L2 +L. അപ്പോൾ ഈ ഒരു കേസിൽ എല്ലിൻ്റെ വാല്യൂ 0 ആവുമ്പോൾ നമുക്ക് എമ്മിന് എന്ത് വാല്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ? 0 വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു L 0 ആണെങ്കിൽ അത് ഏത് സബ്ഷെല്ലായിരിക്കും? അത് എസ് സബ്ഷെല്ലായിരിക്കും. ഇവിടെ എമ്മിൻ്റെ വാല്യൂ 0 എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എസ് സബ്ഷെല്ലിൽ ആകെ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അതാണെന്ത്? എസ് ഓർബിറ്റൽ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് എല്ലിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ എമ്മിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. അപ്പോൾ L 0 ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ഏത് സബ്ഷെല്ലാണെന്ന്? എസ് സബ്ഷെല്ലാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഇവിടെ എമ്മിന് ആകെ ഒരു വാല്യൂ മാത്രമേ ഉള്ളൂ. അതെന്താണ്? 0 ആണ്. അതർത്ഥമാക്കുന്നത് എന്താണ്? എസ് സബ്ഷെല്ലിന് ആകെ ഒരു ഓർബിറ്റൽ മാത്രമേ ഉള്ളൂ. അത് ഏത് ഓർബിറ്റലാണ്? എസ് ഓർബിറ്റൽ. ഇപ്പം എല്ലിൻ്റെ വാല്യൂ 1 ആണെന്ന് കരുതാം. അപ്പോൾ അവിടെ എമ്മിൻ്റെ വാല്യൂ ഏതൊക്കെയായിരിക്കും? -1 to +1 വരെ ഉണ്ടാവും. അതായത് ഏതൊക്കെയാണ്? -1, 0, +1. അപ്പോൾ ഇവിടെ എമ്മിന് 3 വാല്യൂസ് ഉണ്ട്. അപ്പോൾ L 1 ആണെങ്കിൽ നമുക്കറിയാം അത് ഏത് സബ്ഷെല്ലാണ്? പി സബ്ഷെല്ലാണെന്ന് മനസ്സിലായി. അപ്പോൾ എമ്മിന് 3 വാല്യൂസ് ഉണ്ട്. അപ്പോൾ അതെന്താണ് അർത്ഥമാക്കുന്നത്? പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്. ആ ഓർബിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പി ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഇനി എല്ലിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിക്കുക. 2 ആണെങ്കിൽ എമ്മിന് ഏതൊക്കെ വാല്യൂസ് വരും? -2 to +2 വരെയുള്ള വാല്യൂസ് വരും. അതായത് -2, -1, 0, +1, +2. അപ്പോൾ L 2 ആകുമ്പോൾ നമുക്ക് മനസ്സിലായി അത് ഏത് സബ്ഷെല്ലാണ്? ഡി സബ്ഷെല്ലാണ്. കൂടാതെ ഇവിടെ എമ്മിന് 5 വാല്യൂസ് വന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. ആ ഓർബിറ്റൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡി ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓർബിറ്റൽസ് ഓഫ് ദ സെയിം സബ് ലെവൽ ഹാവിങ് ഈക്വൽ എനർജി ദേ ആർ കോൾഡ് ഡീജനറേറ്റ് ഓർബിറ്റൽസ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു പി സബ്ഷെല്ലിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്. അതുപോലെ ഡി സബ്ഷെല്ലിൽ 5 ഓർബിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഈ പി സബ്ഷെൽ എടുക്കുമ്പോൾ അതിൻ്റെ ഈ 3 ഓർബിറ്റൽസിനും ഒരേ എനർജി ആയിരിക്കും. അതുപോലെ ഈ ഡി സബ്ഷെൽ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എത്ര ഓർബിറ്റൽസ് ഉണ്ട്? 5 ഓർബിറ്റൽസ് ഉണ്ട്. ഈ 5 ഓർബിറ്റൽസിനും ഒരേ എനർജി ആയിരിക്കും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീജനറേറ്റ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. ഡീജനറേറ്റ് ഓർബിറ്റൽസ്. ഇപ്പം മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ വിച്ച് ഗീവ്സ് ഇൻഫോർമേഷൻ അബൌട്ട് ദി ഓറിയൻറ്റേഷൻ ഓഫ് ഇലക്ട്രോൺ പ്രസൻറ്റ് ഇൻ എ സബ് ലെവൽ. അതായത് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ഓറിയൻറ്റേഷനെ പറ്റിയുള്ള ഐഡിയ തരുന്നത് ആരാണ്? മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ ആണ്. കൂടാതെ ഇത് എന്തിനെ പറ്റിയുള്ള ഐഡിയയും കൂടി തരുന്നു? സബ്ഷെല്ലിൽ എത്ര ആറ്റോമിക് ഓർബിറ്റൽസ് ഉണ്ട് എന്ന ഐഡിയയും തരുന്നത് മാഗ്നറ്റിക് കോണ്ടൻ നമ്പർ ആണ്. ഫോർത്ത് കോണ്ടൻ നമ്പർ ഈസ് സ്പിൻ കോണ്ടൻ നമ്പർ. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എസ്. ഇറ്റ് ഈസ് ദ ഓൺലി experimentally determined quantum number. It gives the spin orientation of the electron.
This spin may be either clockwise or anti-clockwise. So, the values for S may be plus half or minus half. അതായത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കോണ നമ്പേഴ്സിൽ എക്സ്പെരിമെൻ്റലി ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരു കോണ നമ്പർ മാത്രമേ ഉള്ളൂ. അതാണ് സ്പിൻ കോണ നമ്പർ. ഈ സ്പിൻ കോണ നമ്പറിന് മറ്റു കോണ നമ്പറിനായിട്ട് യാതൊരു റിലേഷനും ഇല്ല. ഈ സ്പിൻ കോണ നമ്പർ നമുക്ക് നൽകുന്ന ഐഡിയ ഈസ് അബൌട്ട് ദി സ്പിൻ ഓഫ് ദ ഇലക്ട്രോൺ. നമുക്കറിയാം ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ഇലക്ട്രോൺസ് അതിൻ്റെ ആക്സിസിൽ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്പിന്നിങ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ആണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്ലസ് ഹാഫ് ആയിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോൺ സ്പിൻ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പോൾ എസിനാകെ 2 വാല്യൂസ് മാത്രമേ പോസിബിൾ ഉള്ളൂ. അത് എന്തിനെ അപേക്ഷിച്ചിട്ടാണ്? അതിൻ്റെ ഡയറക്ഷനെ അപേക്ഷിച്ചിട്ടാണ്, സ്പിന്നിങ് ഡയറക്ഷനെ അപേക്ഷിച്ചിട്ടാണ്. സ്പിൻ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ആണെങ്കിൽ എസിൻ്റെ വാല്യൂ പ്ലസ് ഹാഫും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ എസിൻ്റെ വാല്യൂ എന്തായിരിക്കും? മൈനസ് ഹാഫ് ആയിരിക്കും. അപ്പോൾ ദീസ് ആർ ദി 4 കോണ നമ്പേഴ്സ്: പ്രിൻസിപ്പൽ കോണ നമ്പർ, അസിമുത്തൽ കോണ നമ്പർ, മാഗ്നറ്റിക് കോണ നമ്പർ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് സ്പിൻ കോണ നമ്പർ. നിങ്ങൾക്ക് കോണ നമ്പറിനെ പറ്റി ഒരു നല്ല ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.